Okay, upstairs. എക്സൈറ്റഡ് ആണോ? അങ്ങനെ ശീലമുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ശരത്തേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ശരത്തേട്ടൻ്റെ നന്ദു ചേച്ചീൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പം ശരത്തേട്ടനെ നന്ദു ചേച്ചിയൊന്നും വലിയ പരിചയം കാണില്ല. പക്ഷേ ഞാൻ ഒരു കുഞ്ഞു സ്റ്റോറിയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഞാൻ ഇപ്പം 4th ഇയർ പഠിക്കുകയാണ്, MBBS 4th ഇയർ പഠിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ ഫസ്റ്റ് വന്നപ്പം ലിറ്ററലി എന്താ പറയുക, നമുക്കങ്ങനെ പുറത്ത് പോകാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം ഏകെയുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഡാൻസ് അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ കോളേജിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ പറ്റും. അപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പ്ലക്സസ് എന്ന് പറഞ്ഞു, നമ്മുടെ കോളേജിലെ ഡാൻസ് ടീമാണ് പ്ലക്സസ്. അപ്പം നമ്മുടെ ഈ 70 ബാച്ചിലെ ചേട്ടന്മാർ ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് പ്ലക്സസ്. അതിപ്പം 70 ബാച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം ജൂനിയേഴ്സ് അങ്ങനെ കൈമാറി പോകുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ പ്ലക്സസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജൂനിയേഴ്സിനെ ഓരോ വർഷം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, സീനിയേഴ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ഔട്ടായിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഇപ്പം കോളേജ് അറിയാലോ അങ്ങനെ. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പം ഇന്റർമീഡിയറ്റ് കോഴ്സ് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്രോഗ്രാമിൽ വരുന്നു, ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. ലിറ്ററലി നമ്മൾ ഒരു വലിയ ചേട്ടന്മാർ ചേച്ചിമാർ, നമ്മൾ കുഞ്ഞു പിള്ളേർ, അങ്ങനെ ഒരു വൈബാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കോമ്പറ്റീഷനൊക്കെ പോയി അങ്ങനെയൊക്കെ. അപ്പം ശരത്തേട്ടൻ നമ്മുടെ ടീമിന്റെ മെമ്പറാണ്. അവർക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അർജുൻ ചേട്ടൻ, അഭിരാമി ചേച്ചി, ആദിൽ ചേട്ടൻ, എല്ലാവരും മാളവി ചേച്ചി, സിദ്ധ ചേച്ചി, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് നമ്മൾ വന്നു. എന്നിട്ട് ഇവരൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ചേട്ടൻ, ഭയങ്കര റെസ്പെക്റ്റും, ബ്രദേഴ്സിനൊക്കെ പോലെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും നല്ല കംഫർട്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ മറ്റേ കൊച്ചു പിള്ളേരെ പോലെ നോക്കില്ലേ, അതുപോലൊക്കെ ആയിരുന്നു. അത് നല്ല രസമായിരുന്നു. എവിടെ പോയാലും നമ്മളെ അത്ര കെയറോടെ ഒന്നും പറ്റാതെ കൊണ്ടുവരിക അങ്ങനെയൊക്കെ. അപ്പം നല്ല രസമായിരുന്നു. അപ്പം അതിലൊരു ടീം മെമ്പറാണ് നമ്മുടെ ശരത്തേട്ടൻ നന്ദു ചേച്ചി 70 ബാച്ചിലാണ്. അപ്പം ഇവര് ചേച്ചി ടീമിൽ ഇല്ലായിരുന്നെങ്കിലും ചേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ലൈക്ക് ഇപ്പം ഞങ്ങൾക്ക് പ്രാക്ടീസ് വെച്ചാലും ചേച്ചി ടീമിൽ ഇല്ലെങ്കിൽ ചേച്ചി വന്ന് നമ്മൾ എന്തൊക്കെയുണ്ട്, ശരിയാണോ അല്ലേ എന്ന് വെച്ചാൽ കോർഡിനേഷൻ ഉണ്ടോ ഇല്ലേ, വഴക്ക് പറച്ചില്ല എല്ലാം ഉണ്ട്. അപ്പം എന്ന് വെച്ചാൽ ചേച്ചിക്ക് ചേച്ചിയുടെ സമയം കളഞ്ഞ് നമുക്ക് വേണ്ടി അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ചേച്ചിയായിട്ട് പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പം അവരുടെ എൻഗേജ്മെന്റ് വരെ ആയിട്ടിരിക്കുകയാണ്. അപ്പം പണ്ടത്തെ എന്തെങ്കിലും വീഡിയോസോ നമ്മൾ മീറ്റപ്പിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ, അതാണ് ഈ കുഞ്ഞു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിന് പോയി. അപ്പം ഇപ്പം ഞങ്ങള് എൻഗേജ്മെന്റിന്റെ തലേദിവസം പോയി. അപ്പൊ ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോയി സ്റ്റേ ചെയ്ത് നിന്ന് അതിന്റെ അടുത്ത ദിവസമാണ് നമ്മള് കല്യാണ നിശ്ചയത്തിന് പോകുന്നത്. അപ്പം അതും പാലക്കാട് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ രാത്രി പോയി. അത് ചേച്ചിയുടെ വീട്ടിന്റെ ഫ്ലാറ്റിന്റെ ഒക്കെ ഞാൻ മറ്റേ റൂം ടൂറൊക്കെ പോലെ എടുത്തിട്ടുണ്ട്. അപ്പം ചേച്ചി കുഴപ്പമില്ല ഇട്ടോളാനൊക്കെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ പോയി കാണാം. പിന്നെ അതിന്റെ അടുത്ത ദിവസത്തെ കല്യാണ നിശ്ചയം അധികമായിട്ടില്ല ഒന്നും. അപ്പം ചെറിയ കുഞ്ഞു ഫംഗ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ റീലൊക്കെ എടുത്തു. എന്ന് വെച്ചാൽ പരിപാടി കഴിഞ്ഞു, പിന്നെ തിരിച്ച് ചേച്ചിയുടെ വീട്ടിൽ വന്നു ഒരു റീലൊക്കെ എടുത്തു. അതോടെ നമ്മുടെ ആ ദിവസം കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഹാപ്പി മൊമെന്റ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അത്രേ ഉള്ളൂ. ബൈ ബൈ. സോ ഞാൻ ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ഒരു സീനിയർ ചേച്ചിയുടെ കല്യാണ നിശ്ചയമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇത് ചേച്ചിയുടെ ഫ്ലാറ്റ് ആണ്. അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചേച്ചിയുടെ ഫ്ലാറ്റിന്റെ ഒരു കുഞ്ഞ് ഫ്ലാറ്റ് ടൂർ ശരി, നമ്മൾ അത് ചെയ്യാം. നമ്മുടെ ഹോം അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് ടൂർ ചെയ്യാം. ഈ കഥകളിലൂടെയാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മൾ ലോക്ക് ചെയ്തോണ്ട് എന്താട്ട് ഇതിനൊക്കെ എന്തൊക്കെ അർത്ഥമുണ്ട് നമുക്കറിയാത്തോണ്ട്. അല്ലേ, ഇത് പറ്റിയിട്ടല്ലേ ദൈവന്മാരും അസുരന്മാരും മറ്റേ അതല്ലേ? അല്ലേ, എനിക്കറിയാം. നമുക്ക് ഇനി മാസ്റ്റർ ബെഡ്റൂം എക്സ്പ്ലോർ ചെയ്യാം. സോ ഇതാണ് ഇത് ഞങ്ങളുടെ ബാഗ് കേട്ടോ. ഞങ്ങൾ നമുക്ക് വെച്ചാൽ
കട്ടറുണ്ട്. ഇതിനെ കുറിച്ച് എന്താ നമുക്ക് ക്യൂട്ട് കസേരയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ നല്ല രസം. നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഇവിടെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ നെറ്റിട്ട് മൂടിയിട്ടല്ലേ. അതെ, പക്ഷെ നല്ല കാറ്റാ. നമ്മൾ ഇവിടുന്ന് ഇമ്പോർട്ടൻറ്റ് സാധനം ബാത്റൂം. അടിപൊളി ബാത്റൂമാണ് കണ്ടു. നമ്മള് നെക്സ്റ്റ് റൂം എക്സ്പ്ലോർ ചെയ്യാം. കൊള്ളാലേ. ഇവിടെ പിന്നെ ഒരു ബാത്റൂം, സെയിം ബാത്റൂം. പിന്നെ നമ്മൾ പിന്നെയും ഗ്ലാസ്. ഇനി ഒരു റൂമുകളുണ്ട്, ഒരു ബെഡ്റൂമുണ്ട് ഗൈസ്. ഒരു ഗണപതി ഭഗവാനുണ്ട്, തോണിയുണ്ട്. നമ്മുടെ റൂം ടൂർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ ഇനി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു. ഫ്രഷ് ഒക്കെ ആയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇത് ഹോളാണ്, ഇത് ഡൈനിങ് റൂമാണ്, അതൊരു റൂമാണ്, അത് കിച്ചനാണ്. ഓക്കെ, ഞാൻ കാരണം ഭയങ്കര ഇഷ്ടമായി കളറ്. ഞാൻ ഇന്നത്തെ ഇവിടെ എന്നെ കണ്ടുപിടിക്കും. തുറന്നു. ഇതാണ് അമ്പലത്തിലിടുന്നത്. രാവിലെ ഫംഗ്ഷൻ ഉണ്ടോ? ചില്ലായിട്ട് 11 മണിക്ക് തുടങ്ങുന്നത്. ഏതമ്പലത്തിൽ? ഇവിടെ ഈ ഉള്ളത് ഫ്ലാറ്റിന്റെ അവിടെ ഈ സൈഡിലാണ്. അവിടെ ഇന്നൊരു കല്യാണം ഉണ്ടല്ലോ. ഭയങ്കര ബ്ലോക്ക് അവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, മിറർ കണ്ടെങ്കിൽ പറ്റൂല. അതാ അതെ, ഈ മിററുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു മിററുണ്ട്, പക്ഷെ കാണുന്നില്ല. അടുത്ത മിറർ പിന്നെയും നല്ല രസം, നല്ല ഭംഗി കാണാൻ. സൂക്ഷിച്ചു കാറ്റ് ഭയങ്കര. ഹായ്, മഴ പെയ്യുന്ന പറഞ്ഞോളൂ. ബാൽക്കണിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തോ? കണി കാണാൻ വേണ്ടിട്ട് ഉണ്ടാക്കി. അങ്ങനെയാണ് ബാൽക്കണി. സ്കൂൾ ഫ്രണ്ട്സ് അഫ്രിൻ, സാനി, മേഘ. ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ കുട്ടി. പേരെന്താ? ഇവിടെ നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്തേക്കും. ഇച്ചിരി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോണം. യാ, അങ്ങനെ ഇതാണ് കിച്ചൺ. ഇത് മെയിൻ കിച്ചൺ. നല്ല കാറ്റ്, നല്ല കാറ്റാണ്. We are sitting and chatting. We don't know any backstory, so we are just listening. നോക്കട്ടെ, അതാ നമ്മൾ ഇവരുടെ സ്റ്റോറൊക്കെ കേട്ടോണ്ടിരിക്കുക. നമുക്കൊന്നും അറിയാൻ പാടില്ല. എൻ്റെ കാലും എനിക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത്. കുറേ മണിക്കൂറായിട്ട് നിന്ന് നമുക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് ഉണ്ട്. എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എക്സൈറ്റഡ് ആണോ? അങ്ങനെ ശീലമുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. നാളത്തെ ഡേ എങ്ങനെയാണ്?
നാളത്തെ ഡേ എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഒക്കെ ഭയങ്കര വലുതാണ്. എന്താ എക്സ്പെക്ടേഷൻ പറ. പക്ഷെ നല്ല ടെൻഷൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് 20 പോകുന്നുണ്ട്. ഇങ്ങനെ അല്ല എക്സ്പെക്ടേഷൻ പറ. എക്സ്പെക്ടേഷൻ എന്താ പറയാ, ക്രൗഡിനെയൊക്കെ കാണുമ്പോ ഫുൾ ഡേ ചിരിച്ചു നിക്കണോ? നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ, നമുക്ക് ഇതൊന്നും ഒരു വലിയ ഇഷ്ടമല്ല ക്രൗഡെന്നൊക്കെ പറഞ്ഞാൽ. എത്ര കളിച്ച സ്റ്റെപ്പാണ്. ലെഫ്റ്റിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും, അങ്ങോട്ട് എന്നിട്ട് ഈ സെയിംസ് ഒക്കെ ഇങ്ങനെ ഇത് 1 2 3 എന്റെ കോൺഫിഡൻസ് എല്ലാം പോയി. ഇത് മാത്രം അയ്യോ ഈ സ്റ്റെപ്പ് മാത്രം എളുപ്പമുണ്ട്. ഞാൻ പോയിട്ട് ഒന്നോടെ സ്റ്റെപ്പിങ് ഇത് ഫുള്ള് പഠിക്കാം ഓർഡർ. നമുക്കെല്ലാം പഠിക്കാം. 1 2 3 ലെഫ്റ്റ് 1 2 ചേച്ചി ഫസ്റ്റ് റൈറ്റ് ചെയ്യല്ലോ അത് അങ്ങനെ പറ്റുള്ളൂ. ഇങ്ങോട്ടല്ലേ തടക്ക് തടക്ക് സടക്ക് സടക്ക് റൈറ്റ് സടക്ക് 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 മുട്ടിപ്പാറണേ മുട്ടിപ്പാറൻ തായ് വഴിയിൽ താളമേള മംഗളം നീ വഴി താളം തുള്ളാൻ അടിക്കുമാട്ടിയേ 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 മുത്താമുന്തിരിയേ മുത്താമുന്തിരിയേ തകില് തകില് അത് സടക്ക് 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 അതിന്റെ സ്റ്റെപ്പ് എനിക്ക് അറിയില്ല. പറ്റില്ല, പ്രായമായി. അതല്ല ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് പറ്റില്ല. ഞാനിതൊക്കെ പിടിച്ചോ അത് നമ്മൾ അതൊക്കെ പറ്റും പിടിക്കാതെ ഇങ്ങനെ ചെയ്യണം. ഇന്റർ പിടിക്കും പോറായ നല്ല പോറാവും കേട്ടോ. നന്നായിട്ട് കളിക്കണം. ഒന്നും ക്ലാസ് വെക്കട്ടോ. ഞാൻ കാത്തോളം ഞാൻ പറഞ്ഞു പോവാണ്. ഇന്ന് he is busy as the organizer of
his daughter's weddingിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് as a proud father. And Amma here, she is the force behind the force. கோதை மாலை மாற்றினாள், மாலை சாற்றினாள், கோதை மாலை மாற்றினாள். ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കനും പെണ്ണും. ഷർട്ടേട്ടനാണ് നന്ദ ചേച്ചി. നമ്മളൊരു റീൽ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യണം. പിന്നെ ഇന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കൂട്ടത്തിലെ ഈ ഡാൻസറിൻ്റെ വെഡിങ്ങും കല്യാണപ്പാട്ടും